ഛത്തീസ്ഗഡിലെ ബീജാപൂരിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് വീരമൃത്യു. നക്സൽ വിരുദ്ധ ഓപ്പറേഷനിൽ ഏർപ്പെട്ട സൈനികർക്കാണ് ജീവൻ നഷ്ടമായത്. ഇന്നലെ മഹാരാഷ്ട്രയിൽ 12 മാവോയിസ്റ്റുകളെ സൈന്യം വധിച്ചിരുന്നു. हमारी संयुक्त टीम थी बीजापुर सुकमा और दंतेवाड़ा प्लस सीआरपीएफ और एसटीएफ की टीम थी जो ऑफ निकली हुई थी, जिस पर वापसी के वक्त में आईडी ब्लास्ट हुआ जिसमें 2 जवान शहीद हुए, सत्येश सिंह और भरत साहू। 4 जवान घायल हैं जिनको रायपुर रेफर किया गया है बेहतर इलाज के लिए. വിവരങ്ങളുമായി ഗൗതം ചേരുകയാണ്. ഗൗതം, 2 സൈനികർക്കാണ് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങളും ഛത്തീസ്ഗഡിലെ ബിജാപൂരിലാണ് സുരക്ഷാ സേനയും കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായി ഏറ്റുമുട്ടലുണ്ടായത്. ഈ ഏറ്റുമുട്ടലിൽ 2 സുരക്ഷാ സൈനികർക്ക് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നു. ഈ സ്ഫോടനം ഉണ്ടാവുകയായിരുന്നു. അതായത് സാധാരണയായി ഈ മാവോയിസ്റ്റുകളും നക്സലുകളും ഏറ്റവും കൂടുതൽ നടത്തുന്ന അവരുടെ ആക്രമണ ശൈലി എന്നത് IED ബ്ലാസ്റ്റുകളാണ്. ഇവിടെയും സംഭവിച്ചത് അതുതന്നെയാണ്. ഏറ്റുമുട്ടൽ നടക്കുകയും അതിനുശേഷം ഈ ഭീകരർ വനമേഖലയിലേക്ക് ഒളിക്കുമ്പോൾ ആ പാതയിലൂടെ നീങ്ങുകയായിരുന്ന സുരക്ഷാ സേന സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ ഈ സ്ഫോടനമുണ്ടായി. 2 CRPF ജവാന്മാർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. 4 ജവാന്മാർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമായ റായ്പൂരിലുള്ള ആശുപത്രികളിലേക്ക് മാറ്റി എന്നാണ് ഇപ്പോൾ CRPF ഉദ്യോഗസ്ഥർ തന്നെ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇന്നലെ മഹാരാഷ്ട്രയിൽ വൻ മാവോയിസ്റ്റ് വേട്ട സുരക്ഷാ സേനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. 12 കമ്മ്യൂണിസ്റ്റ് ഭീകരരെയാണ് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര അതിർത്തിയിലെ ഗഡ്ചിറോളി എന്ന സ്ഥലത്ത് സുരക്ഷാ സേന വധിച്ചത്. ഏതാണ്ട് 6 മണിക്കൂർ നീണ്ടുനിന്ന സെർച്ച് ഓപ്പറേഷന്റെ ഭാഗമായി വലിയ ഏറ്റുമുട്ടൽ പിന്നീട് ഈ മാവോയിസ്റ്റുകളും സുരക്ഷാ സേനയും തമ്മിൽ ഉണ്ടായി. C-16 കമാൻഡോസ് എന്ന പ്രത്യേക കമാൻഡോ വിഭാഗമാണ് ഇന്നലത്തെ ഓപ്പറേഷൻ മഹാരാഷ്ട്രയിലെ വനമേഖലയിൽ നടത്തിയത്. അവിടെ 12 മാവോയിസ്റ്റുകളെ വധിച്ചു. ഈ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളിൽ നിന്നും വൻ ആയുധശേഖരവും സുരക്ഷാ സേന പിടിച്ചെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ രാവിലെ ബിജാപൂരിൽ 2 സുരക്ഷാ സൈനികർ വീരമൃത്യു വരിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.